ഇത്തവണ ഇവിടെ വന്നപ്പോഴ് നിങ്ങളുടെ ഈ ഇളകി പറയുന്ന അന്തരീക്ഷം കണ്ടപ്പോഴ് ഒരു കാര്യം ഉറപ്പായി, ഈ പ്രാവശ്യം കേരളത്തില് താമര വിരിയുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുപോലെ തന്നെ പറയുവാൻ സാധിക്കും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കത്തിലുള്ള ശതമാനത്തിൽ വോട്ട് നൽകുകയുണ്ടായി. ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കത്തിലുള്ള ഇവിടെ മെമ്പർമാരെ ജയിപ്പിക്കുമെന്നുള്ളതാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ യുവത്വത്തിന്റെ ഊർജം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഈ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹം സേവനവുമായി നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ നവീകരണത്തിന് അത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറയുന്നു, ഇപ്രാവശ്യം 400-ലേറെയാണ് BJP-ക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്, LDAക്ക് സീറ്റ് കിട്ടാൻ പോകുന്നതെന്ന് പറയുകയാണ്. साथियों, केरला में करप्ट और नाकाबिल सरकार होने का बहुत बड़ा नुकसान केरल के आप सब मेरे भाई बहनों को उठाना पड़ रहा है। हम जानते हैं यहां रबर के किसान हैं, कितनी मुसीबतों से रबर का किसान गुजारा कर रहा है, लेकिन LDF और UDF ने अपनी आंखें बंद कर रखी है। केरला में कानून व्यवस्था का हाल भी बहुत बुरा है। यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं। कितने ही कॉलेज कैंपस कम्युनिस्टों के गुंडों के अड्डे बन गए हैं। महिलाएं, युवा और हर वर्ग डर में जी रहा है. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ആധ്യാത്മികതയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ കേരളത്തിലെ UDF-ഉം അതുപോലെ തന്നെ LDF-ഉം വിശ്വാസത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. UDF-ഉം അതുപോലെ തന്നെ LDF-ന്റെയും രാഷ്ട്രീയ നീതി, രാജനീതി എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണ്. കേരളത്തിന്റെ സമാധാനം, കേരളത്തിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. സമാധാനത്തിന്റെ പാതയിൽ മുന്നേറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിലെ UDF-ഉം അതുപോലെ തന്നെ LDF-ഉം അവര് അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് സത്യസന്ധതയില് ഊന്നിയതാണ്. പക്ഷേ LDF-ന്റെയും UDF-ന്റെയും അവരുടെ ഈ അഴിമതിയുടെ കുംഭകോണത്തിന്റെ ശബ്ദകോശം തന്നെയായിട്ട് അവർ മാറിയിരിക്കുകയാണ്. LDF-ഉം UDF-ഉം LDF സ്വർണത്തിന്റെ രൂപത്തിലാണ് കൊള്ള നടത്തുന്നതെങ്കിൽ UDF അവര് സോളാർ ശക്തിയുടെ രൂപത്തിലാണ് കൊള്ള നടത്തുന്നത്. ഈ കൊള്ള അവസാനിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ആശീർവാദം വേണം. കേരളത്തിലെ ജനങ്ങളുടെ സഹകരണം കിട്ടുകയാണ് എങ്കിലോ ഈ കൊള്ള ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുക. साथियों, यहां की करप्ट सरकार के बावजूद बीजेपी सरकार केरला के आप लोगों के विकास के लिए पूरी ताकत से काम कर रही है.
अगर मैं आपको सिर्फ पथनमथिट्टा जिले में बीजेपी सरकार के विकास कार्य बताऊंगा तो आप अंदाजा लगा पाएंगे कि हम केरल के लोगों के कल्याण के लिए कितना काम कर रहे हैं। मैं एक जिले का बताता हूं। पथनमथिट्टा में अराउंड 3,50,000 परिवारों को जल जीवन मिशन के तहत नल से जल का कनेक्शन दिया गया है। पथनमथिट्टा में लगभग 5 लाख लोगों को पीएम गरीब कल्याण योजना के तहत